ഹലോ ഡിയർ ചിൽഡ്രൻ, CBSE 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കാം അല്ലേ. നമുക്ക് റിയൽ ഫ്രണ്ട്സിനെ അറിയാം, റിയൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കഥ പറഞ്ഞുതരാം. ആ കഥ കേട്ടാൽ നിങ്ങൾക്ക് റിയൽ നമ്പേഴ്സ് ആരാന്ന് മനസ്സിലാവും. ഒരു വലിയൊരു സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിൻ്റെ പേരാണ് കിങ്ഡം ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ആ സാമ്രാജ്യത്തിൽ പല ഗോത്രങ്ങൾ ആയിട്ട് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാജാവ് നല്ലൊരു രാജാവാണ്, നല്ല അടിപൊളിയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും രാജാവിനെ ഇഷ്ടമാണ്. അങ്ങനെ ഈ രാജാവിൻ്റെ ഈ ഒരു ഗുണങ്ങൾ കേട്ടിട്ട് കുറച്ച് ആളുകൾ അവിടത്തേക്ക് വന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഫാമേഴ്സാണ്, ഞങ്ങളെ ആളുകൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കൃഷി വിളകൾ, അതായത് ആപ്പിള്, മാംഗോ അല്ലെങ്കിൽ എന്തോ എണ്ണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഉപയോഗിക്കുന്നത്. ഞങ്ങളാണ് ആദ്യമായിട്ട് ഉണ്ടായവർ, അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, പിന്നെ എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ ആളുകൾ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്, 1 2 3 4 5 6. ഇപ്പോൾ രാജാവ് അതങ്ങോട്ട് പരിശോധിച്ചു, നോക്കുമ്പോൾ ശരി തന്നെയാണ്, ആദ്യമായിട്ടുണ്ടായത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇവരെ എന്ത് ചെയ്യാം, രാജ്യത്തിൻ്റെ ഭാഗമാക്കാം. ആദ്യമ മനുഷ്യരല്ലേ, രാജ്യത്തിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, രാജാവ് പറഞ്ഞു, നിങ്ങളെ ഇനി മുതൽ നാച്ചുറൽ നമ്പേഴ്സ് എന്നറിയപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ അവർക്ക് വളരെ സന്തോഷമായി. അവർ സന്തോഷത്തോട് കൂടിയിട്ട് തിരിച്ചുപോയി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ കസിൻ ഉണ്ടായിരുന്നു അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ കസിൻ വന്നു. കസിൻ പറഞ്ഞു, രാജാവ് ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? ഞങ്ങളുടെ പേര് സീറോ എന്നാന്ന് പറഞ്ഞു. സീറോ. അപ്പോൾ ഞങ്ങൾ ഇവരെ കസിൻസാണ്, ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കണം. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ ഞങ്ങൾക്ക് ഒന്നിനും കഴിയില്ല, പക്ഷേ ആരെങ്കിലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം കഴിയുമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, അങ്ങനെയാണോ? അപ്പോൾ രാജാവ് നോക്കിയപ്പോൾ സീറോ ഏതെങ്കിലും നമ്പറിൻ്റെ കൂടെ കൂടുമ്പോൾ നല്ല വില വരുന്നുണ്ട്, ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരു വിലയില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളും കൂടി ഈ രാജ്യത്തിൻ്റെ ഭാഗമായിക്കോന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, സീറോനും കൂടി എന്ത് ചെയ്തു, രാജ്യത്തിൻ്റെ ഭാഗമാക്കി. കിങ്ഡം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമാക്കി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ തണുത്ത് വിറച്ചിട്ടെല്ലാം കയറി വരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ ഇങ്ങനെ തണുത്ത് വിറക്കാൻ കാരണം? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സമുദ്രത്തിൻ്റെ അടിയിലൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അതുപോലെ തന്നെ മഞ്ഞുമലകളുടെ മുകളിൽ ഒക്കെയാണ് ഞങ്ങളുടെ താമസം. അപ്പോൾ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് നമ്പർ കൊണ്ട് അതുപോലെ ഹോൾ നമ്പർ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് ഞങ്ങൾക്ക് ചെയ്യുന്നു പറഞ്ഞു. അതെങ്ങനെയാണ് സാധിക്കുക? സമുദ്രത്തിൻ്റെ മേൽഭാഗത്ത് ഉള്ളത് കണക്കാക്കാൻ നിങ്ങൾക്ക് പോസിറ്റീവ് നമ്പർ മതി, പക്ഷേ അടിയിലോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാത് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, ഇതുവരെ വന്ന എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആരും ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി, ഇൻറ്റീജേഴ്സും കൂടി ഭാഗമായി. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പോയി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കണം. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തിനാ ഭാഗമാക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എന്തും ഷെയർ ചെയ്യും, അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റൈല്. ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ഞങ്ങളെപ്പോഴും ഒരു ഫ്രാക്ഷനായിട്ടാണ് കിടക്കുക എന്ന് പറഞ്ഞു. 1/2, ഹാഫ് അല്ലെങ്കിൽ 3/4, അങ്ങനെ 4/4 അങ്ങനെയാണ് കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് നോക്കുമ്പോൾ ശരി തന്നെ, 3/4, 1/2 ആ രൂപത്തിലാണ് അവരെല്ലാം എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നിങ്ങളും എന്ത് ചെയ്യാം, നിങ്ങളും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഷെയർ ചെയ്യുന്ന നല്ല ആളുകളല്ല, അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാഗമാക്കാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പേര് ഇന്നു മുതൽ റേഷണൽ നമ്പേഴ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് സന്തോഷമായി, അവരും ആ രാജ്യത്തിൻ്റെ ഭാഗമായി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പുതപ്പെല്ലാം മൂടി ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു രൂപത്തിൽ കുറച്ച് ആളുകൾ അങ്ങോട്ട് കയറി വന്നു. അപ്പോൾ അവരെ നോക്കുമ്പോൾ എന്തോ ആളുകൾക്ക് പേടി തോന്നുന്നു കാണുമ്പോൾ. എങ്ങനെയാണ് ഉള്ളതെന്നറിയോ, റൂട്ട് 2, റൂട്ട് 3 അങ്ങനെ ആ ഒരു രൂപത്തിൽ അവരുള്ളത്. പൈ അങ്ങനെ ഒരു രൂപത്തിലുള്ളത്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതെന്ത് ആൾക്കാരാണ് നിങ്ങൾ? സൂക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആൾക്കാരാണ്, ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെയും കൂടി ഈ കിങ്ഡത്തിൻ്റെ ഭാഗമാക്കണം. അപ്പോൾ രാജാവിന് തോന്നി,
ഇതും വളരെ അത്യാവശ്യം തന്നെയാണെന്നുള്ളത് എൻ്റെ രാജ്യത്തിന്. അപ്പോൾ ഇവരെയും കൂടി രാജ്യത്തിൻ്റെ ഭാഗമാക്കാന്ന്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്ത് രാജാവ് ആ കിങ്ഡം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമാക്കി. എന്നിട്ട് എല്ലാവരും ഒരുമിച്ചൊട്ടിട്ട് രാജാവ് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങളെല്ലാവരും സൗഹൃദത്തിൽ ജീവിക്കണം, എല്ലാവരും സഹോദരന്മാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാനൊരു പേര് തരുന്നു, അതാണ് എന്ത് റിയൽ നമ്പേഴ്സ്. അതാണ് ആര് റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ എല്ലാ നമ്പേഴ്സും കൂടിയിട്ടാണ് റിയൽ നമ്പേഴ്സ് വരുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോ. റിയൽ നമ്പേഴ്സ് ആർ ദ യൂണിയൻ ഓഫ് ബോത്ത് റേഷണൽ ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ്. ഇവിടെ റേഷണൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും അതേപോലെ തന്നെ ഇൻറ്റീജേഴ്സും ഇതൊക്കെ റേഷണൽ നമ്പർ തന്നെയാണ്. കാരണം ഒരു നാച്ചുറൽ നമ്പർ 1 എടുക്കുക, 1 നമുക്ക് 1/1 എഴുതാം അല്ലേ? അപ്പോൾ ഈ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ റേഷണൽ നമ്പർ. അപ്പോൾ ഏത് നമ്പറിന് നമുക്ക് റേഷണൽ നമ്പർ എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ റേഷണലാണ്. പിന്നെ റേഷണൽ അല്ലാത്ത ഒരു വിഭാഗമുണ്ട്, അതാണ് ഇറേഷണൽ നമ്പേഴ്സ്. അതാരൊക്കെയാണ്? √2, √3, പൈ. ഇവരൊന്നും നമുക്ക് ഒരു നമ്പർ ഡിവൈഡ് ബൈ മറ്റൊരു നമ്പർ എന്ന് എഴുതാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആരാന്ന് മനസ്സിലായില്ലേ? എന്താണ്? യൂണിയൻ ഓഫ് ബോത്ത് റേഷണൽ ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇതിനെ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ റേഷണൽ നമ്പേഴ്സിനെ. നോക്കൂ, ഇവിടെ 0, 1, 0 ഹോൾ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്തു, 1 നാച്ചുറൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്തു, അതുപോലെ -1 ഇൻറ്റീജറിനെ റെപ്രസെൻ്റ് ചെയ്തു. ഇത് നമുക്ക് 1/2 റേഷണൽ നമ്പർ വേണോ, അതിന് റെപ്രസെൻ്റ് ചെയ്തു. ഇത് നമുക്ക് ഒരു ഇറേഷണൽ നമ്പർ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, √2 അതിനെ റെപ്രസെൻ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ 9th പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ എ നമ്പർ ലൈൻ. റിയൽ നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ എ നമ്പർ ലൈൻ. ഇറ്റ് ക്യാൻ ബി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആരാന്ന് മനസ്സിലായില്ലേ? ഇത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. എന്താ ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്? വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഭയങ്കര സംഭവമാണ് തിയറം എന്നൊക്കെ കരുതും, പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. എന്താ ഈ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്നും എന്താണ് പ്രൈം നമ്പർ എന്നും അറിയണം അല്ലേ? കോമ്പോസിറ്റ് നമ്പർ എന്താണെന്നും പ്രൈം നമ്പർ എന്താണെന്ന് പറയണം. എല്ലാവർക്കും അറിയുന്നതാണ്. 2, 3, 5, 7 ഇങ്ങനെ പോകുന്ന നമ്പറാണ് പ്രൈം നമ്പർ. 4 അത് പിന്നെ 6, 8, 9, 10 ഈ നമ്പേഴ്സാണ് കോമ്പോസിറ്റ് നമ്പർ. എല്ലാവർക്കും അറിയില്ലേ? അതായത് പ്രൈം നമ്പർ നമുക്ക് ആ നമ്പർ ഇൻറ്റു 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. 2നെ 2 ഇൻറ്റു 1, 3നെ 3 ഇൻറ്റു 1 അങ്ങനെ എഴുതാൻ പറ്റൂ. കോമ്പോസിറ്റ് നമ്പറിന് നമുക്ക് 4നെ 4 ഇൻറ്റു 1 എന്ന് എഴുതാം, 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 6നെ 6 ഇൻറ്റു 1 എന്ന് എഴുതാം, 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 8നെ 1 ഇൻറ്റു 8 എന്ന് എഴുതാം, 2 ഇൻറ്റു 4 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ എഴുതാൻ പറ്റുന്നതിനാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഒറ്റ വഴിയിൽ ആ നമ്പർ ഇൻറ്റു 1 മാത്രം എഴുതാൻ പറയുന്നതാണ് പ്രൈം നമ്പേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു തിയറം എന്താ പറയുന്നത് നോക്കിക്കോ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ തിയറം എന്താണ് പറയുന്നത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. തിയറം പറയുന്നത് നമുക്ക് 4ന് എന്തായിട്ട് എഴുതാം? 2 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? 6ന് എന്തായിട്ട് എഴുതാം? 2 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എവറി കോമ്പോസിറ്റ് നമ്പർ, അതായത് ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്താലും, ഉദാഹരണത്തിന് 6 എന്ന് പറയുന്ന കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. ഇവിടെ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്, 3 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. നമ്മൾ പ്രൊഡക്റ്റായിട്ട് എഴുതിയില്ലേ? യെസ്, അത് തന്നെയാണ് എന്ത് ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ഇൻ വൺ ആൻഡ് ഓൺലി വേ. എന്താ ഈ വൺ ആൻഡ് ഓൺലി വേ? അതുകൂടി നോക്കാം. വൺ ആൻഡ് ഓൺലി വേ എന്താ നോക്കാം അല്ലേ? നോക്കിക്കോ, ഇതിനെ നമ്മൾ 50 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുകയാണ്. അതെങ്ങനെ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ് 50 അല്ലേ? 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 5 50. ഇതിന് എങ്ങനെ കണ്ടുപിടിക്കൽ? നോർമലി ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ, ഞാൻ മനസ്സിൽ കണ്ടുപിടിച്ചതേ ഉള്ളൂ.
50-ൽ 2 പോകും അല്ലേ? എത്ര പ്രാവശ്യം പോവും? 25 ടൈംസ്. 25-ൽ 2 പോകില്ല, 5 പോവും. എത്ര പ്രാവശ്യം പോകും? 5 ടൈംസ്. 5-ൽ 5 1 ടൈം. അപ്പോൾ 50 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5. നോക്കൂ, ഈ 50 എന്നുള്ളത് എന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. 2ഉം 5ഉം 5 എന്താണ്? പ്രൈം നമ്പറാണ്. നമ്മൾ എവറി കോമ്പോസിറ്റ് നമ്പർ എന്തായി? നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി അല്ലേ? ഇനി ഇവിടെ 1 ആൻഡ് ഓൺലി വേ എന്ന് പറയുന്നില്ലേ? 1 ആൻഡ് ഓൺലി വേ എന്ന് പറയുന്നത് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 50 എന്നുള്ള ഈ കോമ്പോസിറ്റ് നമ്പറിനെ വേറൊരു പ്രൈം നമ്പറിന് പ്രൊഡക്റ്റായിട്ട് എഴുതാൻ സാധിക്കില്ല. വേറൊരു പ്രൈം നമ്പറിന് പ്രൊഡക്റ്റായിട്ട് എഴുതാൻ സാധിക്കില്ല. ഈ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? യുണീക്കാണിത്. വേറൊരു നമുക്ക് ഒരു പ്രൈം നമ്പർ 3 ഇൻറ്റു 7 ഇൻറ്റു സംതിങ് അങ്ങനെയൊന്നും നമുക്ക് എഴുതാൻ സാധിക്കില്ല. അതാണ് പറയുന്നത് 1 ആൻഡ് ഓൺലി വേ. മനസ്സിലായില്ലേ? നമുക്ക് അടുത്തൊരു നമ്പർ നോക്കാം. അത്രയും തിയറം പറയുന്നുള്ളൂ കേട്ടോ, ഇതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ഇൻ 1 ആൻഡ് ഓൺലി വേ. അടുത്ത് നമുക്ക് ഈ 66 നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം അല്ലേ? എത്രയാണ് ഫസ്റ്റ് എടുക്കാൻ പറ്റുക? 2. 2 6-ൽ 3 ടൈംസ്, 6-ൽ 3 ടൈംസ്. 266-ൽ എത്ര പ്രാവശ്യം പോയി? 33 ടൈംസ്. നമുക്ക് 3 എടുക്കാം. 3 33-ൽ 11 ടൈംസ് അല്ലേ? അടുത്ത നമ്പർ ഏതെടുക്കുക? 11 തന്നെ ഒരു പ്രൈമാണ്, അതുകൊണ്ട് അവിടെ ഏകദേശം. അപ്പോൾ 66-നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. 2 ഇൻറ്റു 3 ഇൻറ്റു 11, സോറി ഇവിടെ 2 ആയിപ്പോയില്ലേ? 2 ഇൻറ്റു 3 ഇൻറ്റു 11. ഓക്കെ, 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 11 66. ഇനി അടുത്ത നമ്പർ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാലോ. 420-നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുകയാണേ. ഫസ്റ്റ് ഏതെടുക്കുക? 2 എടുത്തു. 2 420-ൽ 210 ടൈംസ്. പിന്നെ നമുക്ക് 2 തന്നെ എടുത്തൂടെ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആദ്യം എടുക്കണ്ടേ? 210-ൽ എത്ര പ്രാവശ്യം പോകും? 2-ൽ 1 ടൈം. 10 പിന്നെ 1-ൽ പോവില്ല. പിന്നെ 10-ൽ 2 5 ടൈംസ്. അതായത് 210-ൽ എത്ര 2 പോകും? 105 ടൈംസ്. അല്ലെങ്കിൽ 2 എത്ര പോകും ചോദിച്ചാൽ അതിൻ്റെ പകുതി എടുക്കലാണ് അർത്ഥം. 420-ൻ്റെ പകുതി 210, 210-ൻ്റെ പകുതി 105. ഇനി നമുക്ക് 2 അല്ല പോവുക, ഇനി നമുക്ക് അടുത്ത നമ്പർ 3 പോവും. 3 പോകുന്ന എങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞേ? ഈ നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1 + 0 1, 1 + 5 6. 6 എന്ന് പറയുന്നത് 3-ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതിനെ ആഡ് ചെയ്ത് 3-ൻ്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട്, 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് അർത്ഥം. ഡിവിസിബിലിറ്റി റൂളാണ് നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചേ. 3 10-ൽ 3 ടൈംസ്. 3 3 9 ആണ്, ഇത് 10 ആണ്. 1 ബാക്കിയുണ്ട്. 1 5 എത്രയാണ്? 6, സോറി 1 5 15. 1ഉം 1ഉം 5ഉം ഒരുമിച്ച് വെക്കുകയാണ് വേണ്ട, ആഡ് ചെയ്യില്ല. 15-ൽ 3 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. അതായത് 105-ൽ 3 35 പ്രാവശ്യം പോകും. ഇനി നമുക്ക് ഏത് നമ്പർ എടുക്കാൻ പറ്റും? 5. 5 35-ൽ 7 ടൈംസ്. ഇനി നമുക്ക് ഏത് നമ്പർ എടുക്കാം? 7. 7 7-ൽ 1 ടൈംസ്. പ്രൈം നമ്പർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ലാസ്റ്റ് ആ നമ്പർ തന്നെ വരും. അപ്പോൾ നമുക്ക് കിട്ടി എന്ത്? 420 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 എന്ന് കിട്ടി. അതാണ് 420. 2 2 4 4 3 12 12 5 60 6 7 60 ഇൻറ്റു 7 ഈക്വൽ ടു 420. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താണ്? നമുക്ക് ഇവിടെ അരിത്തമെറ്റിക് എന്ന് വന്നിട്ടില്ല അല്ലേ? വന്നല്ലോ, എന്തേ കാണാണ്ട് ഇപ്പോൾ അറിയില്ല. ഓക്കെ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് അവിടെ വന്നു. അപ്പോൾ ഇതെന്താ പറയുന്നത്? ഏത് കോമ്പോസിറ്റ് നമ്പറും പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും ഒരേ ഒരു വഴിയിൽ. ഇവിടെ നോക്കുമോ, 420 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ഇതിനെ എന്തിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി. 2ഉം 2ഉം 3ഉം 5ഉം 7ഉം ഒക്കെ ആരാണ്? പ്രൈം നമ്പേഴ്സാണ്. 1 ആൻഡ് ഓൺലി വേ, നമുക്ക് വേറൊരു പ്രൈം നമ്പർ ഉപയോഗിച്ചിട്ടും 420 കിട്ടില്ല. ഈ നമ്പേഴ്സ് തന്നെ ഉപയോഗിക്കണം. അതാണ് ഈ അരിത്തമെറ്റിക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇതുകൊണ്ട് എന്താ ഉപയോഗം? ഇത് കണ്ടുപിടിച്ചുകൊണ്ട് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും വരുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറമാണിത്. തിയറം എന്ന് പറഞ്ഞാൽ സിംപ്ലി മനസ്സിലാക്കിക്കൊണ്ട് വേറെ വലിയ ഒരു പ്രൂവിങ് ഒന്നും ഇതിൽ ആവശ്യമില്ല. ഇത് നമുക്ക്
എച്ച് സി എഫും എൽ സി എമ്മും കാണാം. പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് എല്ലാവരും ചെറുപ്പം മുതലേ കണ്ടു വളർന്നവരായിരിക്കും അല്ലേ. എച്ച് സി എഫ് എന്താണ്, എൽ സി എം എന്താണെന്നൊക്കെ. നമുക്ക് ആദ്യം ആരെ കാണാം? എച്ച് സി എഫ് കാണാം. ഓക്കെ, എച്ച് സി എഫ് കാണാം. എച്ച് സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ രണ്ടിലും, അതായത് 66ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലും 420ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലും ഒരേപോലെ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് വെക്കുക. ഒരു സർക്കിൾ ചെയ്ത് അങ്ങ് വെക്കുക. പിന്നെ ഈ രണ്ടും, പിന്നെ അടുത്ത നമ്പർ ഏതാ ഒരുപോലത്തെ? 3 അല്ലേ, 3. അപ്പോൾ ഇത് ഇവർ രണ്ടാളും റൗണ്ട് ചെയ്ത് വെച്ചു. ഈ റൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓർക്കുക, സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരാളായി മാറി, രണ്ടാളല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ സർക്കിൾ ചെയ്തതിന് ഒരൊറ്റ 2നെ എടുക്കാവുള്ളൂ. രണ്ടാമത്തെ 3 സർക്കിൾ ചെയ്തതിന് ഒറ്റ 3നെ എടുക്കാൻ പാടുള്ളൂ. 2 × 3 = 6. ഇതാണ് ആര്? എച്ച് സി എഫ്. എന്താ ചെയ്തത്? പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് ഒരേപോലത്തെ നമ്പറിനെ റൗണ്ട് ചെയ്ത് വെക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എൽ സി എം എന്താണെന്നറിയോ? എൽ സി എം എന്ന് പറഞ്ഞാൽ ഈ പ്രൈം ഫാക്ടറൈസ് ചെയ്ത എല്ലാ നമ്പേഴ്സും എൽ സി എമ്മിൽ വരണം. പക്ഷേ സർക്കിൾ ചെയ്താൽ അത് ഒറ്റ പ്രാവശ്യം മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് നമ്പർ എടുക്കാം? ഇതിനെടുക്കാം. 2 എടുത്തു. പിന്നെ ഏതെടുക്കാം? ഈ ബാക്കിയുള്ള 2 ഇല്ലേ, അതിനെടുത്തു. പിന്നെ ആരെടുക്കാം? ഈ 3-നെടുത്തു. ആ 3-ൽ ഒരു 3 എടുക്കണ്ട കേട്ടോ, 2 3 എടുത്തു വരുതേ. ഇനി അടുത്തത് ആരെടുക്കാം? 5 ഉണ്ട്. പിന്നെ അടുത്ത ആരാണ്? 7 ഉണ്ട്. പിന്നെ അടുത്ത ആരാണ്? 11 ഉണ്ട് അല്ലേ. ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ? നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ തന്നെ നടത്തിയാൽ പോരെ അല്ലേ. നമ്മളങ്ങനെ എഴുതി കൂട്ടണമെന്നില്ലല്ലോ. 10ാം ക്ലാസ്സിലെത്തിയില്ല. 10ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ കൂട്ടണം പെട്ടെന്ന്. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. 2 × 2 എത്രയാണ്? 2 × ഇവിടെ അല്ലേ, 2 × 2 4, 4 × 3 12, 12 × 5 60, 60 × 7 420, 420 × 11 = 420 × 10 4200, പിന്നെ 11 അല്ലേ ഇത്. അപ്പോൾ ഒരു 420 കൂടി കൂട്ടണം. അപ്പോൾ 4200 420 4620 4620 ആണ് ആര്? എൽ സി എം. എച്ച് സി എഫ് ആരാണ്? 6. അപ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെല്ലാം കണ്ടുപിടിക്കാം? എച്ച് സി എഫും കണ്ടുപിടിക്കാം, എൽ സി എമ്മും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത ഈ ചാപ്റ്ററിൽ വരുന്നൊരു കോൺസെപ്റ്റാണ് റിലേഷൻ ബിറ്റ്വീൻ എൽ സി എം എച്ച് സി എഫ്. എൽ സി എം എച്ച് സി എഫ് തമ്മിൽ നല്ല അടിപൊളി റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നമ്മളൊരു നമ്പറിൻ്റെ രണ്ട് നമ്പേഴ്സിൻ്റെ എൽ സി എമ്മും എച്ച് സി എഫും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ എൽ സി എമ്മിനും എച്ച് സി എഫിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിന് തുല്യമായിരിക്കും എന്നറിയോ? ആ കണ്ടുപിടിച്ച നമ്പർ ഉണ്ടല്ലോ, ആ രണ്ട് നമ്പറിനും മൾട്ടിപ്ലൈ ചെയ്തതിന് തുല്യമായിരിക്കും. മനസ്സിലായോ? മനസ്സിലായില്ല? കഴിഞ്ഞ പ്രോബ്ലം നോക്കിക്കോ. ഇവിടെ നമ്മൾ 66 × 420 അല്ലേ കണ്ടുപിടിച്ചത്. 66 × 420 ആണ് നമ്മൾ എൽ സി എം എച്ച് സി എഫും കണ്ടുപിടിച്ചത്. അപ്പോൾ 66 × 420 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിന് തുല്യമായിരിക്കും എന്നറിയോ? നമ്മൾ കണ്ട എൽ സി എം ഇല്ലേ, 4620 × 6 തുല്യമായിരിക്കും. മനസ്സിലായ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിയറാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയോ? ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും എൽ സി എം എച്ച് സി എഫും ഇതിലേതെങ്കിലും ഒരാളെ കാണാനില്ല എന്ന് വിചാരിച്ചോ. കാണാനില്ലെങ്കിൽ അയാൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ആരെങ്കിലും ഒരാളെ കാണാനില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ, ഇവിടെ ഫസ്റ്റ് നമ്പർ വന്നിട്ടുണ്ട് 66, സെക്കൻഡ് നമ്പർ 420, തേർഡ് നമ്പറാണ്, പിന്നെ എച്ച് സി എഫ് വന്നിട്ടുണ്ട് 6. ആരെ കാണണം? എൽ സി എം ആണ്. വളരെ എളുപ്പമല്ലേ, ഈ ഫോർമുലയിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് നമ്പർ 66 × സെക്കൻഡ് നമ്പർ 420 ഈസ് ഈക്വൽ ടു എൽ സി എം എത്രയാണ്? എൽ സി എം തന്നിട്ടില്ല, അപ്പോൾ എൽ സി എം അവിടെ എഴുതിയാൽ മതി. ഇൻറ്റു എച്ച് സി എഫ് എത്രയാണ്? 6. ഇതിൽ എൽ സി എം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയില്ലേ? എന്താ ചെയ്യേണ്ടത്? ഈ 6 നിങ്ങൾ താഴോട്ട് കൊണ്ടുവരാം. 66 × 420 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു എൽ സി എം. ഇവിടെ എളുപ്പവഴി എന്താണ്? ഈ 6ലും മുകളിൽ ഏതെങ്കിലും നമ്പറിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. ഫസ്റ്റ് 6ലും 66ലും ആരുണ്ട്? 6 ഉണ്ട് അല്ലേ. 6ൽ 6 1 ടൈം, 66ൽ 6 11 ടൈം. മനസ്സിലായില്ലേ?
11 into 420 എത്രയാണ്? 4620 ഈസ് ദ LCM. ഓക്കെ, LCM ഈക്വൽ ടു 4620. നമുക്ക് LCM ഇല്ലായിരുന്നു ഇവിടെ, അതിനെ നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ എന്ത് മിസ്സിംഗ് ആണെങ്കിലും ഈ ബ്യൂട്ടിഫുൾ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഈ ചാപ്റ്ററിലെ ഒരു ലാസ്റ്റ് കോൺസെപ്റ്റാണ്, ഏതൊരു ഇറേഷണൽ നമ്പർ തന്നു കഴിഞ്ഞാലും, റൂട്ടാണിത്, ഏതൊരു ഇറേഷണൽ നമ്പർ തന്നു കഴിഞ്ഞാലും അതിനെ ഇറേഷണലാണ് അങ്ങോട്ട് പ്രൂവ് ചെയ്യലാണ് ലാസ്റ്റ് സെക്ഷൻ വരുന്നത്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നറിയോ? പ്രൂഫ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, റൂട്ട് ടു ഇറേഷണലാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിക്കും. ഒരാൾക്ക് ജീവൻ ഉണ്ട് എന്ന് തെളിയിക്കൽ എങ്ങനെയാണ്? തെളിയിക്കാൻ വേണ്ടി നമുക്ക് എന്തു പറയാം? ജീവനില്ലാത്ത ആളുകളെ എന്താണ്? ജീവനില്ലാത്ത ആളുകൾക്ക് ഇല്ലാത്ത ഗുണങ്ങൾ അയാൾക്കുണ്ടെങ്കിൽ ജീവനുണ്ട് തെളിയിക്കാം. മനസ്സിലായോ? ഇല്ല എന്ന് വേറെ ഉദാഹരണം പറയാം. ഒരാൾ പറയുന്നത് നിങ്ങൾ ബുദ്ധിമാനാണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പൊട്ടനല്ല എന്ന് തെളിയിക്കാം. പൊട്ടനല്ല എന്നെന്ത് ചെയ്യാം? നമുക്ക് തെളിയിക്കാനുള്ള പ്രൂഫ് കൊടുത്താൽ നമ്മൾ ആരായിട്ട് മാറി? ബുദ്ധിമാനായിട്ട് മാറി. 2 എക്സാമ്പിൾ സൂട്ടായിനൊന്നും അറിയില്ല. എനിവേ, നമുക്കിവിടെ റൂട്ട് ടു ഇറേഷണലാന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂവ് ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഇതിനങ്ങോട്ട് എസ്യൂം ചെയ്യും. എന്ത്? റൂട്ട് ടു റേഷണലാണ് നമ്മളങ്ങോട്ട് എസ്യൂം ചെയ്യും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂട്ട് ടു ആരാന്നാന്ന് നമ്മൾ എസ്യൂം ചെയ്യുക? റേഷണലാന്ന് എസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് ചെയ്യും. സ്റ്റെപ്പ് അങ്ങോട്ട് പോയിട്ടാകുമ്പോൾ നമ്മൾ എസ്യൂം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ എത്തിച്ചേരാൻ കാരണം എന്താണ്? റൂട്ട് ടു റേഷണലാണ് എന്നെടുത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റൂട്ട് ടു റേഷണൽ അല്ല, ഇറേഷണലാണ് എന്ന് പറയാൻ സാധിക്കും. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. ലെറ്റ് us assume the contrary that root 2 is rational. നമ്മൾ എന്തങ്ങോട്ട് എസ്യൂം ചെയ്തു? റൂട്ട് ടു റേഷണൽ ആണെന്ന് അങ്ങോട്ട് എസ്യൂം ചെയ്തു. പ്രൂവ് ചെയ്യേണ്ട ആരാണെന്നാണ്? ഇറേഷണലാണ്. നമ്മൾ റൂട്ട് ടു ഈസ് ഇറേഷണൽ എന്ന് എസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ലേ, അത് തെളിയിക്കേണ്ട കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? റേഷണൽ ആണെങ്കിൽ ഒരു നമ്പറിനെ നമുക്ക് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ റൂട്ട് ടു ഈക്വൽ ടു ജനറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? a/b എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. ഇവിടെ a ആൻഡ് b ആർ കോപ്രൈം. എന്താണോ ഈ കോപ്രൈം എന്ന് പറഞ്ഞാൽ? കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്പേസ് പോകുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എന്താണുള്ളത്? കോമൺ ആയിട്ട് ഒന്നുമില്ല അവിടെ, അതാണ് കോപ്രൈം എന്ന് പറഞ്ഞ അർത്ഥം. ഉദാഹരണത്തിന് 5/15 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കോമൺ ആയിട്ട് 5 ഉണ്ട്, 15ലും 5ലും. അപ്പോൾ 1/3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതേസമയം 1/3ൽ ഇനി നമ്മൾ വേറെ നമ്പർ എടുത്തോ, 7/15 എടുത്തു. അവിടെ നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചെറുതാക്കാനോ ഒന്നുമില്ല. അപ്പോൾ 7ഉം 15ഉം ആരാണ്? കോപ്രൈമാണ്. 1 അല്ലാത്ത ഒന്നും സെയിം ആയിട്ടില്ല. ഓക്കെ, അതുപോലെ a/b ആരായിട്ട് എടുത്തു? കോപ്രൈമാണ്. നമ്മൾ മനസ്സിലാക്കി. ഇനി അഥവാ അതിൽ കോമൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെയിം നമ്പർ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് ഫോമിലെത്തി. ഓക്കെ, ഇനി നമുക്ക് ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടേ. റൂട്ട് ടു
ബി ഈസ് ഈക്വൽ ടു എ. ഇനി നമ്മൾ ഇതിനെ രണ്ട് ഭാഗം അങ്ങോട്ട് സ്ക്വയർ ചെയ്യാണ്. റൂട്ട് ടു ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. രണ്ട് ഭാഗം സ്ക്വയർ ചെയ്തു. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാം, ആ സ്ക്വയർ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും, 2b സ്ക്വയർ. എന്താ സംഭവിച്ചത്, റൂട്ടും സ്ക്വയറും പോയി കഴിഞ്ഞാൽ ആ നമ്പർ അവിടെ ബാക്കിയുണ്ടാവും. ബിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ എ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്നറിയോ, എ സ്ക്വയർ 2 ഡിവൈഡ്സ്, അല്ലെങ്കിൽ എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2. എ സ്ക്വയർ ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ എയും എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. എന്തെങ്കിലും പറഞ്ഞെന്ന് മനസ്സിലായോ, എന്തെങ്കിലും പറഞ്ഞത്? ഇവിടെ സിമ്പിൾ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കി തരാം. ഇവിടെ നോക്കിക്കോ, ഇപ്പം 2 ഇൻറ്റു ഏതോ ഒരു നമ്പർ, 2 ഇൻറ്റു ഒരു 8 ഈക്വൽ ടു 16. ഇവിടെ പിന്നെ 2 ഇൻറ്റു ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 കിട്ടി. അപ്പോൾ ഈ എ സ്ക്വയർ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് പറഞ്ഞത് എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2. ഒരു നമ്പറിൻ്റെ സ്ക്വയർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ തന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൻ്റെ സ്ക്വയറാ, 4ൻ്റെ സ്ക്വയറാണ് അല്ലേ. അപ്പോൾ 2നെ 16 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2നെ അതുപോലെ 4നെ കൊണ്ട് നമുക്ക് 4 നമുക്ക് ഡിവൈഡ് ചെയ്യാം 2നെ കൊണ്ട്, 16ഉം 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ഇക്വേഷൻ 1 ആയിട്ട് ഇവിടെ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് എനെ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാമെന്നറിയോ, എ ഈക്വൽ ടു 2c where c is an integer, where c is an integer. എന്താ പറഞ്ഞത്, എ ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ്. എ ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് 6 ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു ഏതോ ഒരു നമ്പർ ആയിരിക്കും 6. ഓക്കെ, മനസ്സിലായാ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, എ ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ആ ഏതോ ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിന് നമുക്ക് സി എന്ന് എടുക്കാം. ഇത് നമ്മൾ എ ഈക്വൽ ടു 2c എന്ന് പറയുന്ന ഈ സംഗതിയെ നമുക്ക് ഇക്വേഷൻ 1ൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർക്ക് പകരം 2c കൊടുക്കണ്ടേ, എക്ക് പകരം. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരിക, ഇക്വേഷൻ നമ്പർ 1 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു 2c ഹോൾ സ്ക്വയർ ആണ്, സിക്ക് മാത്രം സ്ക്വയർ കൊടുത്തു പോരുത്. അപ്പോൾ എന്തായി 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4c സ്ക്വയർ ആയി അല്ലേ. ഇത് നമ്മൾ ഈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4c സ്ക്വയർ ബൈ 2 കിട്ടി. ഇത് നമ്മൾ എന്താണ് ഇങ്ങനെ കിട്ടി. നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് എഴുതാം. റൈറ്റ് സൈഡ് എഴുതുവാണേ.
ബി സ്ക്വയർ ഈക്വൽ ടു എന്തായി 4c²/2. അപ്പം ബി സ്ക്വയർ വീണ്ടും നമുക്ക് എന്ത് മാറ്റി എഴുതാം? സോറി, അപ്പോൾ നമുക്ക് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4/2 എത്രയാണ്? 2c² എന്ന് എഴുതാം അല്ലേ? 4/2 2 ആയി, 2c² എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ്. ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ ആരും ഡിവിസിബിൾ ബൈ 2 ആണ്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞു. അപ്പോൾ ആരും ഡിവിസിബിൾ ആണ്, എയും ഡിവിസിബിൾ ആണ്. ആരെ കൊണ്ട്? 2 കൊണ്ട്. അതുപോലെ നമുക്കിവിടെ ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? പറഞ്ഞട്ടെ, ബി ഈസ് ഡിവിസിബിൾ ബൈ 2. ബി സ്ക്വയർ ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ബിയും ആരെ കൊണ്ട് ഡിവിസിബിൾ ബൈ 2 ആണ്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ പറഞ്ഞു എ ഈസ് ഡിവിസിബിൾ ബൈ 2, ബി ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ? സോ എ ആൻഡ് ബി ആർ ഹാവിങ് കോമൺ ഫാക്ടർ 2. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുവാണേ. 1ലും 2ലും നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ 1 നും 2 നും കിട്ടി എ ആൻഡ് ബി having common factor 2. രണ്ടാക്കും കോമൺ ഫാക്ടർ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നറിയോ? ഇവിടെ നമ്മളൊരു കാര്യം എത്തിച്ചേർന്നത് എക്കും ബിക്കും കോമൺ ഫാക്ടറായിട്ട് ആരുണ്ടെന്നാണ് എത്തിച്ചേർന്നത്? എക്കും ബിക്കും കോമൺ ഫാക്ടറായിട്ട് 2 ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? എയും ബിയും കോപ്രൈമാണ്. കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ ഒന്നുമില്ല. കോമൺ ഫാക്ടർ ഒന്നുമില്ല എന്ന് എടുത്ത് നമുക്ക് കോമൺ ഫാക്ടർ ഉണ്ട് എന്ന് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ കോൺട്രഡിക്ഷൻ സംഭവിച്ചു അല്ലേ? കോൺട്രഡിക്ഷൻ സംഭവിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ സംഭവിച്ചത്? √2 റേഷണൽ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? √2 റേഷണൽ അല്ല, ഇറേഷണൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ എന്താണ് ഒരു അല്പം ടഫ് തോന്നും. പക്ഷേ നിങ്ങളൊരു 3-4 പ്രാവശ്യം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. √3 √5 എല്ലാം ഇതേ മെത്തേഡ് തന്നെയാണ് പോകുന്നത്. ഒന്ന് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദിസ് കോൺട്രാഡിക്ഷൻ ഈസ് അറൈസൺ. ദിസ് contradiction is this contradiction is arisen because of our wrong assumption. So നമുക്ക് എന്ത് പറയാം? therefore √2 is എന്താണ്? irrational. ഒന്നും കൂടി ഒന്ന് ഞാൻ സ്പീഡിൽ പറഞ്ഞുതരാം. നമ്മൾ √2 irrational ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് √2 റേഷണൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് അസ്യൂം ചെയ്യുന്നു. റേഷണൽ ആകുമ്പോൾ നമുക്ക് a/b ഫോമിൽ എഴുതാൻ പറ്റും. പിന്നെ അതിനെ രണ്ടിനും എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്തിട്ട് 2 അതായത് a² 2 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. a² 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എയും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. പിന്നെ നമ്മൾ a = 2c എന്ന് പറയുന്ന വേറെ നമ്പർ അവിടെ വരും. കാരണം a 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഒരു നമ്പർ 2 കൊണ്ട് കൂടെ നിൽക്കും, മൾട്ടിപ്പിൾ ആയിട്ട് നിൽക്കും. എന്നിട്ട് അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2b² = 2c² എന്ന് കിട്ടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ വന്നിട്ട് നമുക്ക് b² 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് വരുന്നു. b² ഡിവിസിബിൾ ആണെങ്കിൽ ബിയും ഡിവിസിബിൾ ആണെന്ന് വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? എയും
ഡിവിസിബിൾ ആണ് 2 കൊണ്ട്, ബിയും ഡിവിസിബിൾ ആണ് 2 കൊണ്ട്. എന്ന് വെച്ചാൽ എക്കും ബിക്കും കോമൺ ഫാക്ടറായിട്ട് 2 ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ നമ്മൾ ആദ്യം എടുത്തത് എയും ബിയും കോപ്രൈമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കോമൺ ആയിട്ട് ഒന്നുമില്ല എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല, ഇവിടെ വന്നത് കോമൺ ആയിട്ട് 2 ഉണ്ട് എന്നാണ്. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു, കാരണം നമ്മളെടുത്ത അസംഷൻ തെറ്റായിരുന്നു. എന്ത് റേഷണൽ നമ്പറാണ് എന്നാണ് നമ്മളെടുത്തത് √2. അപ്പോൾ കോൺട്രഡിക്ഷൻ വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, √2 ഈസ് ഇറേഷണൽ. മനസ്സിലായോ? അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്ര കോൺസെപ്റ്റുകളേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എക്സസൈസുകളാണ്. എക്സസൈസ് 1.1 1.2 നമുക്ക് ആ എക്സസൈസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത എക്സസൈസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.